ഇന്നത്തെ വീഡിയോയിൽ ഉച്ചയ്ക്കത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ അരിയൊക്കെ ഒന്ന് വേവിച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. കൂടെ തീയലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇന്നിപ്പോൾ മീനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അപ്പം തീയലാണ് ഇന്നത്തെ സ്പെഷ്യൽ. അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലേക്ക് ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. അതൊന്ന് മൂത്ത് പാകമായിട്ട് വരുമ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പം തീ അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് വറുത്ത ഉലുവയിട്ട് പുളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് ആറാനായിട്ട് വെച്ച ആ ഒരു സമയം നമുക്ക് കിഴങ്ങും ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. അന്നേരം ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കിഴങ്ങും ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് വാട്ടിയെടുത്ത് അരപ്പും ഒന്ന് അരച്ച് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പിന്നെ ഞാൻ ഉണക്കമാങ്ങയാണ് അച്ചാറിടുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷം കുറച്ച് മാങ്ങ അധികം ആയിട്ടുണ്ടായിരുന്നു. അന്നേരം അത് ഉണക്കി റെഡിയാക്കി വെച്ചിരുന്നതാണ്. അതിപ്പം എടുത്ത് അച്ചാറിടുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഉണക്കമാങ്ങ അച്ചാറും റെഡിയായി. പിന്നെ ഇതിൻ്റെ കൂടെ കിഴങ്ങ് വറുത്തതാണ്. കിഴങ്ങ് നല്ല രീതിയിൽ കറിവേപ്പിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയായിരുന്നു. ഉണക്കമീനും പിന്നെ നമ്മുടെ കിഴങ്ങ് മെഴുക്ക് വരട്ടിയും അച്ചാറും പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചതും തീയലും.